സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര. വനവകുപ്പിന്റെയും സർക്കാർ സംവിധാനത്തിന്റെയും അനാസ്ഥയാണ് വയനാട് മാനന്തവാടിയിൽ കർഷകനെ കാട്ടാന കൊലപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആരോപിച്ചു. കാസർഗോഡും കണ്ണൂരും കടന്ന് കോഴിക്കോട്ടെ യാത്രയും പൂർത്തിയാക്കുമ്പോൾ സമരാഗ്നി നൽകിയ ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. കണ്ണീർ കഥകളാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞ K. സുധാകരൻ വയനാട് മാനന്തവാടിയിലെ കാട്ടാൻ ആക്രമണത്തിൽ സർക്കാർ വരുത്തിയ വീഴ്ചയെ രൂക്ഷമായി വിമർശിച്ചു. 2 ദിവസമായി അവിടെ ആന ഇറങ്ങിയിട്ടുള്ള വാർത്ത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പക്ഷെ അവരെവിടെയെന്ന് കണ്ടെത്താൻ ഒരു കുറ്റമറ്റ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എങ്കിൽ പാവം ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒരു വനംവകുപ്പ് മന്ത്രിയുണ്ട്, പോയോ അവിടെ ഇതുവരെ ഒന്ന് സന്ദർശിച്ചോ? ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരു വനംവകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ? ജനവികാരം കേൾക്കണ്ടേ, ജനവികാരം കാണണ്ടേ, അതിന് പരിഹാരം അവിടെ പറയണ്ടേ? ഒന്നുമില്ല. നിശ്ചലവും നിർദ്ദേശനുമായ ഒരു വനംവകുപ്പ് മന്ത്രി ഈ കേരളത്തിലുണ്ട്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുമില്ല, പ്രാപ്തിയുമില്ല, അറിവുമില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രന് പൂർണ്ണ പിന്തുണയാണ് KPCC നൽകിയത്. പ്രധാനമന്ത്രി വിളിച്ച ഒരു സ്ഥലത്ത് ആ ലഞ്ചിന് വിളിച്ചാൽ പ്രേമചന്ദ്രൻ പോയാൽ എന്താ തെറ്റ്? പാർലമെന്റിലെ ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ MP ആണ് ശ്രീ പ്രേമചന്ദ്രൻ. അവിടെ വിമർശിച്ചതുപോലെ BJP ഗവൺമെന്റിനെ വിമർശിച്ച മറ്റൊരു MP ഉണ്ടാവില്ല. അതാണ് സത്യം. സമരാഗ്നി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇനി വയനാട് ജില്ലയിലേക്ക് കടക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.